ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലായ ഡിവൈൻ ഋതത്തിലേക്ക് സ്വാഗതം. ഇന്നലെ ഞാൻ നിങ്ങളുമായി പങ്കുവച്ചത് ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ചാണ്. ഗ്രാറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുന്നതെന്നും അതെങ്ങനെയാണ് നമുക്ക് വർക്കൗട്ട് ആവുന്നതിനെ കുറിച്ചും നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണയിലെത്തിയിട്ടുണ്ടാവും. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് വിഷ്വലൈസേഷനെ കുറിച്ചാണ്. നമ്മളുടെ ലോ ഓഫ് അട്രാക്ഷനിലെ ഏറ്റവും പവർഫുൾ ടെക്നിക്കാണ് വിഷ്വലൈസേഷൻ അഥവാ ദൃശ്യവൽക്കരണം എന്നത്. വിഷ്വലൈസേഷൻ എന്നാൽ നമ്മളുടെ ആഗ്രഹങ്ങൾ അത് നടന്നതായി നമ്മൾ മനസ്സിൽ കാണുക, അത് ഫീൽ ചെയ്യുക. അതാണ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ഫീൽ ചെയ്യുമ്പോൾ നമുക്ക് ആ ആഗ്രഹം എത്രയും പെട്ടെന്ന് നടക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഫീൽ ചെയ്യുമ്പോൾ നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡ്, നമ്മളുടെ ഉപബോധ മനസ്സ് അത് കാണുന്നത് എങ്ങനെയാണ്, ഈ കാര്യം നടന്നു കഴിഞ്ഞു എന്നാണ് നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡ് അത് ആക്സെപ്റ്റ് ചെയ്യുക. അപ്പം നമ്മൾക്ക് ഒരാളുടെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമാണ് വീട് എന്നത് മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്. നല്ലൊരു വീട് വെക്കണം, ആ വീട്ടിൽ ഇന്ന സാധനങ്ങൾ ഉണ്ടാവണം, ഇന്ന രീതിയിലുള്ള വീടായിരിക്കണം എന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഏറ്റവും വലിയ സ്വപ്നമാണ് നമ്മളുടെ. അപ്പം നമ്മൾ എന്താ അത് വിഷ്വലൈസേഷൻ പ്രകാരം നമ്മൾ അതെങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യാന്നതിൽ ആ വീട് എങ്ങനെയാണ്, അതിൻ്റെ ഒരു വീടിൻ്റെ രൂപം എങ്ങനെയാണ്, ഇതൊക്കെ നമ്മൾ മനസ്സിൽ ഇത് കാണുക എന്നും നമ്മളൊരു രാവിലെ എണീറ്റിട്ട് ഒരു 5 മിനിറ്റ് നമ്മൾ ഏറ്റവും വലിയ ആഗ്രഹമായ വീടാണെങ്കിൽ വീട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വീടിൻ്റെ മാതൃക, ആ ഒരു മാതൃക നമ്മൾ മനസ്സിൽ കാണുക മാത്രമല്ല, അപ്പോൾ വീടിൻ്റെ എല്ലാ പണിയും പൂർത്തിയായി നമ്മൾ ആഗ്രഹിച്ച പോലെ എല്ലാ കാര്യങ്ങളും അതിൽ ഓരോരോ സാധനങ്ങൾ ഒക്കെ നമ്മൾ ആഗ്രഹിച്ച പോലെ എല്ലാ കാര്യങ്ങളും ഉള്ളൊരു വീട് ആണത്. ആ വീട് നമ്മൾ ഹൗസ് വാമിങ് നടത്തുന്നതും ആ ഹൗസ് വാമിങ്ങിന് നമ്മൾ ക്ഷണിച്ചിരിക്കുന്ന വ്യക്തികൾ ഒരുപാട് നമ്മളെ റിലേറ്റീവ്സിനെയും ഫ്രണ്ട്സിനെയും നൈബേഴ്സിനെയൊക്കെ നമ്മൾ ക്ഷണിക്കുമല്ലോ. അപ്പോൾ ഈ ക്ഷണിച്ചിരിക്കുന്ന ആളുകളൊക്കെ വരുന്നതും നമ്മൾ അവരുമായിട്ട് സംസാരിക്കുന്നതും അവരെ സൽക്കരിക്കുന്നതും നമ്മളെ വീട്ടിലുള്ള ഓരോ കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുക, നമ്മളത് ചെയ്യുന്നതായിട്ട് നമ്മൾ ഫീൽ ചെയ്യുക. അതുപോലെ നമ്മളെ വീട്ടിലിപ്പോൾ സോഫ ഉണ്ടെങ്കിൽ നമ്മൾ ആ സോഫയിൽ ഇരിക്കുന്നത് നമ്മൾ ഫീൽ ചെയ്യുക. അതുപോലെ കിച്ചണിൽ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നത്, അതുപോലെ ഫ്രിഡ്ജ് ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ നമ്മൾ വെള്ളം എടുക്കുന്നത്, ഇതൊക്കെ നമ്മൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡ് ഉണ്ട്. നമുക്ക് 2 മൈൻഡാണ് ഉള്ളത്, സബ് കോൺഷ്യസ് മൈൻഡും. സബ് കോൺഷ്യസ് മൈൻഡാണ് നമ്മളുടെ ഏറ്റവും നമ്മൾ എന്ത് ചിന്തിക്കുന്നോ അത് സബ് കോൺഷ്യസ് മൈൻഡ് അത് ഏറ്റെടുത്ത് അത് നടന്നു കഴിഞ്ഞതായിട്ടാണ് സബ് കോൺഷ്യസ് മൈൻഡ് ആക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ ഈ കാര്യങ്ങൾ നമുക്ക് എത്രയും പെട്ടെന്ന് നടക്കുകയാണ് ചെയ്യുക. നമ്മൾ വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇത് നടന്നു കഴിഞ്ഞു, ഇത് എത്രയും പെട്ടെന്ന് നടക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് നടക്കുകയാണ് ചെയ്യുക. ഏത് കാര്യം നിങ്ങളിപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ, നമ്മളൊരു നാരങ്ങ അല്ലെങ്കിൽ ഒരു പുളി, ഈ ഒരു പുളി നമ്മളിങ്ങനെ മനസ്സിൽ കാണുക. ഒരു നാരങ്ങ എടുത്ത് നമ്മൾ കട്ട് ചെയ്തിട്ട് അതിങ്ങനെ നാവിലേക്ക് വെക്കുമ്പോൾ നമുക്ക് ആ പുളി നമ്മളെ വായിൽ വെള്ളം വരുന്നതായിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യുമല്ലോ. നമ്മളിപ്പോൾ ഒരു പുളി നമ്മൾ വായിലിട്ട് തിന്നുകയാണെങ്കിൽ നമ്മളത് തിന്നതായിട്ട് നമ്മൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ നമ്മളെ വായിൽ അറിയാതെ തന്നെ വെള്ളം വരും. നിങ്ങളതൊന്ന് ചെയ്ത് നോക്കുക. അതുപോലെയാണ് വിഷ്വലൈസേഷൻ പ്രകാരം നമ്മൾ ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ. ഇതിപ്പോൾ ഒരു കാറാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഇപ്പോൾ ഒരു മിനി കൂപ്പർ കാറാണെങ്കിൽ നമ്മൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന വെച്ചാൽ ആ മിനി കൂപ്പർ കാറ് നമ്മൾ വിഷ്വലൈസ് ചെയ്യുക. അതിൻ്റെ കളറ്, അതിൻ്റെ ഉള്ളിലുള്ള ഓരോരോ കാര്യങ്ങളും, സീറ്റിൽ നമ്മൾ ഇരുന്നിട്ട് യാത്ര ചെയ്യുക, ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ എന്തെല്ലാം ഡ്രൈവ് ചെയ്യുമ്പോൾ സ്റ്റെയറിങ് തിരിക്കുന്നത്, നമ്മൾ പാട്ട് വെക്കുന്നത്, AC ഓൺ ആക്കുമ്പോൾ നമ്മൾക്ക് വരുന്ന തണുപ്പ് ഒക്കെ നമ്മൾ ഫീൽ ചെയ്യുക. അപ്പോൾ ഈ ഫീൽ ചെയ്യുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് നമ്മളെ ജീവിതത്തിൽ സംഭവിക്കും. ഇതാണ് വിഷ്വലൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു വീട്ടിലൊരു ചെറിയൊരു ചാർട്ട് പേപ്പർ എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ പിക്ചറുകൾ, നമ്മളെ ആഗ്രഹങ്ങളിലൊക്കെ ചെറിയ ചെറിയ പിക്ചറുകൾ എടുത്തിട്ട് അതൊക്കെ കട്ട് ചെയ്ത് ഒട്ടിച്ചിട്ട് നമ്മൾ എപ്പോഴും കാണുന്ന സ്ഥലത്ത്, അതായത് നമ്മളെ ബെഡ്റൂമിൻ്റെ വാളിലാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും കാണാൻ സാധ്യതയുള്ള സ്ഥലത്ത് നമ്മളത് ഫിക്സ് ചെയ്യുക, ഒട്ടിച്ച് വെച്ചിട്ട് നമ്മൾ ഇന്ന് രാവിലെ എണീക്കുമ്പോൾ നമ്മളുടെ ആഗ്രഹങ്ങളെ ഈ ചാർട്ട് നമ്മൾ ഫസ്റ്റ് നോക്കിയിട്ട് കുറച്ച് നേരം നമ്മളെ മനസ്സിൽ കണ്ണടച്ചിരുന്ന് അത് വിഷ്വലൈസ് ചെയ്യുക. ഇപ്പോൾ ഒരു അമ്പലങ്ങൾ, ഒരു മൂകാംബിക ക്ഷേത്രം,
അല്ലെങ്കിൽ താജ്മഹൽ, ഇവിടെയൊക്കെ പോകാൻ നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഇതിൻ്റെയൊക്കെ ഫോട്ടോ ഒട്ടിച്ചിട്ട് നമ്മൾ അതിലേക്ക് നോക്കിയിട്ട് നമ്മൾ അവിടെ പോകുന്നതും അവിടെ സ്പെൻഡ് ചെയ്യുന്നതും അവിടുന്ന് നമ്മൾ സന്തോഷത്തോടെ ഓരോരോ കാര്യങ്ങൾ സംസാരിക്കുന്നത്, ഫ്രണ്ട്സിനോടൊപ്പം ഫോട്ടോ എടുക്കുന്നത്, ഇതൊക്കെ നമ്മൾ വിഷ്വലൈസ് ചെയ്യുക. ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ നമ്മളെ ജീവിതത്തിൽ അത് എത്രയും പെട്ടെന്ന് നടന്നുകൊണ്ടിരിക്കും. ഇങ്ങനെ എല്ലാവരും ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ആദ്യമൊക്കെ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇപ്പോൾ ചെറിയൊരു കാര്യങ്ങൾ എന്താ വെച്ചാൽ നമുക്ക് നല്ലൊരു ടോയ്, കുട്ടികളാണെങ്കിൽ ഒരു ടോയ് വാങ്ങുന്നത് നമ്മൾ സ്വപ്നം കാണുക, അല്ല ഒരു പിക്ചർ ഉണ്ടാക്കി വിഷ്വലൈസ് ചെയ്യുക. അതുപോലെ നമുക്കൊരു നല്ലൊരു സാരി അല്ലെങ്കിൽ നല്ലൊരു ഡ്രസ്സ്, അല്ലെങ്കിൽ നമ്മളെ വീട്ടിലൊരു നല്ലൊരു വലിയൊരു ടി വി വാങ്ങാൻ നമ്മൾ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അതൊക്കെ വാങ്ങുന്നതും ആ ടി വിയിൽ നമ്മൾ പിന്നെ സിനിമ കാണുന്നതും ടി വി വയ്ക്കുന്നതും ഒക്കെ നമ്മൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ എത്രയും പെട്ടെന്ന് അത് നടക്കും. നമ്മൾ ഈ ഉപബോധ മനസ്സ്, നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് വേണം എന്നാണ് ഉപബോധ മനസ്സ് അത് ഏറ്റെടുക്കുക. ഇതിപ്പോൾ നമ്മൾ എനിക്കതില്ല എന്ന് പറയുമ്പോൾ ഇവർക്കത് വേണ്ട, അത് ആ രീതിയിലാണ് നമ്മൾ ഉപബോധ മനസ്സത് സ്വീകരിക്കുക. അപ്പം അങ്ങനെ വരുമ്പോൾ അതാണ് നമ്മളെ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം നമ്മൾ വിഷ്വലൈസ് ചെയ്തിട്ട് നമ്മൾ ഓരോരോ കാര്യങ്ങൾ നടന്നതായിട്ട് കാണുമ്പോൾ ഈ ഒരു കാര്യങ്ങളാണ് നടക്കേണ്ടത് എന്നുള്ള രീതിയിൽ അത് ഏറ്റെടുത്തിട്ട് അത് പെട്ടെന്ന് തന്നെ നടക്കും. ഇങ്ങനെ ഇത് എല്ലാവരും ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ചെറിയൊരു കാര്യങ്ങൾ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് വിഷ്വലൈസ് ചെയ്തിട്ട് അത് നടന്നതായിട്ട് ഫീൽ ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യം പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. എന്തായാലും ഉറപ്പായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ അത് നടക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നത് തന്നെ ഒരു സത്യമാണ്, നമ്മൾ ആരും മനസ്സിലാക്കാത്ത ഒരു സത്യമാണ്, ഒരു സീക്രട്ടാണ് ലോ ഓഫ് അട്രാക്ഷൻ. ഇതെല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിന്നെ ഇന്നലെ ഞാൻ നിങ്ങളോട് അഫർമേഷൻ കുറിച്ചും ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ചൊക്കെ പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ബുക്കാണിത്. ഇത് ഞാൻ ഡെയിലി എഴുതുന്ന ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ബുക്കാണ് ഇത്. ഞാനൊരു നോട്ട് വാങ്ങിയിട്ടാണ്, ഇങ്ങനെയൊരു നോട്ട് വാങ്ങിയിട്ടാണ് ഞാൻ എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡും അഫർമേഷനൊക്കെ എഴുതി വെക്കാറ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഡെയിലി ഒരു 5-10 മിനിറ്റ് സ്പെൻഡ് ചെയ്തിട്ട് നിങ്ങളെ അഫർമേഷനും ഗ്രാറ്റിറ്റ്യൂഡും ഒക്കെ എഴുതിയിട്ട് അത് സക്സസ് ആകുമ്പോഴുള്ള നിങ്ങളുടെ ഒരു സക്സസ് സ്റ്റോറി നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കും അത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാവും. നമ്മുടെ ജീവിതത്തിൽ അത് ഓരോരോ കാര്യങ്ങൾ നടക്കുമ്പോഴും ഉണ്ടാകുന്ന സന്തോഷം എല്ലാവരും പങ്കുവയ്ക്കുമ്പോൾ ഇത് കാണുമ്പോൾ എല്ലാവർക്കും സന്തോഷമാവും. സ്റ്റോറി ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.